ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റേഷനരി വെച്ചിട്ട് ഒരാഴ്ച വരെ കേടുകൂടാതെ തന്നെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള 4 മണി പലഹാരത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അരിയുണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1.5 കിലോ അരി എടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് കഴുകി വെള്ളം വാലാൻ വെച്ച് എടുത്തതാണ്. ഇനി ഈ അരി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അരി വറുക്കുന്ന നേരത്തിന് നമുക്ക് വേറൊരു അടുപ്പിൽ ഒരു 3/4 കിലോ ശർക്കര ഉരുകാൻ വയ്ക്കാം. ഇപ്പോൾ ലേശം വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ശർക്കര ഒന്ന് നല്ലോണം പാവ് കാച്ചിയെടുക്കാം. അപ്പോൾ പാവ് കാച്ചിയെടുത്ത ശർക്കര ഒതുക്കി വെക്കാം. ഈ നേരത്തിലേക്ക് നമ്മുടെ അരി നല്ലോണം വറന്നിട്ടുണ്ടാവും. പാവ് കാച്ചി വെച്ചിട്ട് അരി വറുത്ത് വെച്ചിട്ട് ശർക്കര പാവ് കാച്ചിയാലും മതി. അരിയുടെ വറവ് ഒരു 3/4 നമുക്ക് ലേശം ജീരകവും 2 ഏലക്കയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അരി വറുത്തത് ഇറക്കാൻ പോകുന്നതിൻ്റെ ഒരു 2-3 മിനിറ്റ് മുന്നേ നമുക്ക് 1.5 കിലോ അരിക്ക് ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ ആയാലും മതി. ഇത് ഒരു തേങ്ങയുടെ ചിരണ്ടിയ തേങ്ങയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങയും കൂടി ഇതിനകത്തിട്ട് വറുത്തെടുക്കുമ്പോൾ ഇത് നമുക്ക് ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കും, ഒരു കുഴപ്പവും വരില്ല. ഇനി വറുത്ത അരി ആറിയതും ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇത് നമുക്കൊന്ന് നല്ലോണം പൊടിച്ചെടുക്കാം. അരി വറുത്ത പൊടി നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത് ഓപ്ഷനിലാണ്. നിലക്കടലയോ കടലയോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കടല ഒന്ന് ലൈറ്റായിട്ടൊന്ന് പൊടിച്ചിട്ടില്ല, ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇത് മുഴുവനോടെ ഉള്ളതായിരുന്നു കേട്ടോ. പരിപ്പായിട്ടുള്ള കടലയാണെങ്കിൽ ഇത് പൊടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ലേശം ചൂടോടുകൂടി തന്നെ നമ്മുടെ ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി തണുത്ത് കഴിഞ്ഞാൽ അരി കൊണ്ട് ഒന്ന് മുറിവ് കിട്ടാൻ പ്രയാസമായിരിക്കും കേട്ടോ. ഇനി ഇത് പൊടിയിൽ മുഴുവനും ആകുന്ന പോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. ഇപ്പോൾ 1.5 കിലോയ്ക്ക് നമ്മൾ 1 കിലോ ശർക്കരയാണ് പാവ് കാച്ചി വെച്ചിരുന്നത്. അപ്പോൾ അതിൽ ഇത്രയും പാവ് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 3/4 കിലോ ആയാലും മതിയാകും. ഇനി ഇത് നല്ലോണം അമർത്തി പിടിച്ച് ഉരുണ്ടയായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി റൈസ് ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 3-4 ദിവസം, ഒരാഴ്ച വരേക്കും ഒരു കേടും ആവില്ല. നമുക്ക് കുട്ടികൾക്ക് ദിവസവും 4 മണി പലഹാരം ഉണ്ടാക്കി കൊടുക്കുകയും വേണ്ട. ഒരു ദിവസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ റേഷനരിയൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സമയത്ത്, ഈ ലോക്ക്ഡൗൺ സമയമൊക്കെ വരുമ്പോഴൊക്കെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ബൈ.